എമ്പുരാൻ സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ പാലക്കാട് നടക്കുകയാണ്. ഡിസംബർ 3 എമ്പുരാൻ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം അവസാനിക്കും. അതിനുശേഷം പൃഥ്വിരാജ് തൻ്റെ മറ്റ് സിനിമകളുടെ തിരക്കുകളിലേക്കും ലാലേട്ടൻ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലേക്കും പോകും. MMN പ്രൊജക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ ദിവസം കൂടുമ്പോഴും പുതിയ അപ്ഡേറ്റുകളൊക്കെ വരികയാണ്. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ ഒരു റൂമർ വന്നിട്ടുണ്ട്. ആൻറ്റി ഹീറോ കഥാപാത്രമായിരിക്കും ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പത്രത്തിലൊക്കെ ഈ ഒരു ന്യൂസ് കാണുന്നുണ്ട്. എത്രത്തോളം സത്യമാണ് ഈ ഒരു വാർത്ത നമുക്കറിയില്ല. കരിയറിൻ്റെ തുടക്കത്തിലൊക്കെ ലാലേട്ടൻ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന സിനിമയിൽ വില്ലനായിട്ട് തന്നെയാണല്ലോ ലാലേട്ടൻ മലയാള സിനിമയിലേക്കും എത്തിയത്. ലാലേട്ടൻ്റെ മികച്ച 10 വില്ലൻ കഥാപാത്രങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത് ലൂസിഫർ സിനിമയിൽ മയിൽ വാഹനത്തിനെ പണിയുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡറായിട്ടുള്ള ഒരു സ്റ്റീഫനെ നമുക്ക് കാണാൻ സാധിക്കും. ആ സീക്വൻസ് ഒക്കെ വളരെ നന്നായിട്ട് ആ ഒരു സിനിമയിൽ പൃഥ്വിരാജ് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലൻ നെഗറ്റീവ് റോള് മഹേഷ് നാരായണൻ്റെ പടത്തിൽ ലാലേട്ടന് ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഫഹദും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന തുടരും എന്ന സിനിമയുടെ ലാലേട്ടൻ്റെ ഡബ്ബിംഗ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത വിവരം നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അറിയിച്ചതാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്ത വർഷം ജനുവരി 30 തുടരും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു ഫീൽ ഗുഡ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. തുടരും സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം.